നടത്തുകയാണ്. അങ്ങനെ ഒരു MLA പ്രഖ്യാപിച്ചപ്പോൾ മഹാനായ ശംസുൽ മൈക്കി അബൂബക്കർ മുസ്ലിയാരും ശേഷം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും ശേഷം EK ഹസൻ മുസ്ലിയാരും ഒക്കെ ആ പ്രഖ്യാപനത്തിനെതിരെ ശക്തിയായി ഗർജിക്കുകയുണ്ടായി. അതിൻ്റെ ശേഷം സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരല്ലാത്തവർ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിന് നിന്നാൽ അവരെ ഞങ്ങൾ മുഖം നോക്കാതെ പരാജയപ്പെടുത്തുമെന്ന് വരെ ശംസുൽ മൈക്കി അബൂബക്കർ മുസ്ലിയാർ അന്ന് പ്രഖ്യാപിക്കുകയും അത് സദസ്സ് തക്ബീറോടുകൂടി സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പൊട്ടിമുളക്കുന്നതായി അറിയാൻ സാധിച്ചു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി ഉണ്ടായിരുന്നത് ഒരു മുസ്ലിയാരായിരുന്നു. ഞാനിപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയതുകൊണ്ട് പേര് പറയുന്നില്ല. പ്രസിഡന്റായി ഒരു മുസ്ലിയാരായിരുന്നു. പിറ്റേ ദിവസം അദ്ദേഹം രാജിവെച്ചു എന്നാണ് പിന്നീട് ഒരു വാർത്ത കണ്ടത്. അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ആ സംഘടനയുടെ ഉപദേശക സമിതി ചെയർമാൻ EK അബൂബക്കർ മുസ്ലിയാരാണെന്ന് ചില പത്രങ്ങളിൽ ഞാൻ വായിച്ചിരുന്നു. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും EK അബൂബക്കർ മുസ്ലിയാരുടെ പേരിലും ഉസ്താദ് അവറുകളുടെ പേരിലും പല ആരോപണങ്ങളും അന്ന് പലരും തൊടുത്തുവിട്ടിരുന്നു എന്നതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. EK അബൂബക്കർ മുസ്ലിയാർ അവറുകളും AP ഉസ്താദ് അവറുകളും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ 1985 സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം നടന്നു. അത് അരീക്കാട് പള്ളി പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം വലിച്ചിട്ടതിന് ശേഷമായിരുന്നു. ആ സമ്മേളനത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിയത് പ്രധാനമായും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തന്നെയായിരുന്നു എന്നതിൽ ആർക്കും സംശയമില്ല. ആ സമ്മേളനത്തിൽ ചിലർ പങ്കെടുക്കുമെന്നും പങ്കെടുക്കുകയില്ലെന്നുമൊക്കെ പല അഭ്യൂഹങ്ങളും വന്നിരുന്നുവെങ്കിലും എന്നല്ല ഞാൻ ഓർക്കുന്നു. എന്ന് ഞാനൊരു SSFകാരനാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ ഒരു സമ്മേളനം അതിൻ്റെ തൊട്ടടുത്തൊരു ദിവസം ഉണ്ടായപ്പോൾ സംഘടനാ രംഗത്ത് പലരും എന്നോട് തന്നെ ചോദിച്ചിരുന്നു, സമസ്തയുടെ സമ്മേളനത്തിൻ്റെ തൊട്ടടുത്ത് മുമ്പ് എന്താണ് ഒരു സമ്മേളനം? അന്ന് ഞങ്ങളൊക്കെ മറുപടി പറഞ്ഞത് സമസ്തയുടെ ഒരു പ്രചരണ സമ്മേളനമായി അതിനെ കണ്ടാൽ മതി എന്നായിരുന്നു. ഏതായിരുന്നാലും ആ സമ്മേളനത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഒത്തൊരുമിച്ച് പങ്കെടുത്തതിനാൽ സുന്നികൾ വളരെയേറെ സന്തോഷിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അവറുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ അറബിക്കടലിൽ താഴ്ത്തുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം വളരെ കൃത്യമായി സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ AP ഉസ്താദ് അവറുകളെയും EK ഉസ്താദ് അവറുകളെയും ഒന്ന് തെറ്റിച്ചാൽ മാത്രമേ സമസ്തയെയും സുന്നിയെയും തകർക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ഫിത്ന കമ്പനികൾ അവർ ശക്തമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. അതിനിടയിൽ കേരളത്തിൽ ഒരു വിവാദമുണ്ടായി. ആ വിവാദമാണ് ശരീഅത്ത് വിവാദം എന്ന് അറിയപ്പെടുന്നത്. ശരീഅത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട പലരും ശക്തിയായി സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേറ്റ് ശരീഅത്തിന്റെ മഹത്വം എല്ലാവരെയും പഠിപ്പിച്ചപ്പോൾ EMS നമ്പൂതിരിപ്പാട് അടക്കം അവസാനം ശരീഅത്ത് പിടിയില്ല എന്ന് പറയുന്ന സന്ദർഭമുണ്ടായി. ആ പത്രക്കട്ടിങ് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ശരീഅത്തിന് വേണ്ടി പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ആ സന്ദർഭത്തിൽ 2 ലീഗുകൾ യോജിക്കുകയുണ്ടായി. ലീഗിൻ്റെ യോജിപ്പോടുകൂടി നമ്മളൊക്കെ വളരെയേറെ സന്തോഷിച്ചിരുന്നു. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനരംഗത്ത് നല്ലൊരു സാഹചര്യം വരുമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട EK ഉസ്താദ് അവറുകൾ കണ്ണൂരിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൻ്റെ സദസ്സിൽ പങ്കെടുത്തവനാണ് ഞാൻ. അന്ന് EK ഉസ്താദ് അവറുകൾ അവിടുന്ന് പ്രഖ്യാപനം നടത്തി. മുസ്ലിം ലീഗ് ഓഫീസുകളെല്ലാം സുന്നി ഓഫീസുകളാകണം എന്നായിരുന്നു EK ഉസ്താദ് അവറുകൾ പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിൽ തന്നെ വന്ന റിപ്പോർട്ട് മുസ്ലിം ലീഗ് ഓഫീസുകളെല്ലാം സുന്നി ഓഫീസുകളാണ് എന്നായിരുന്നു. അത് സുന്നി സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അങ്ങനെ ആകണം എന്നാണ് EK പറഞ്ഞത്, ആണ് എന്നാണ് പത്രത്തിൽ വന്നത്. അങ്ങനെ പിന്നീടുണ്ടായ പല പത്രവാർത്തകളും പരസ്പരം തെറ്റിക്കാനും സുന്നികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും സാഹചര്യമുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു. മഹാനായ EK അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ഒരു വിധത്തിൽ ഒന്നുകിൽ സിഹിർ കൊണ്ടോ അല്ലെങ്കിൽ ഫിത്നയും ഫസാദും പറഞ്ഞുകൊണ്ടോ മഹാനായ കാന്തപുരം ഉസ്താദുമായി അകറ്റാനുള്ള തീവ്രമായ ശ്രമം ഒരു ഭാഗത്തു നടന്നു. അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അങ്ങനെ ആ തീവ്രമായ ശ്രമം അതിൽ പങ്കെടുത്ത പലരും ഉണ്ടാകാം. അവരൊക്കെ ആഖിറത്തിൽ വെച്ച് ചിലതെല്ലാം അവരനുഭവിക്കേണ്ടി വന്നേക്കും, അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ. മറ്റൊരു ഭാഗം പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ പലരും അനുഭവിച്ചവരും ഉണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല, അങ്ങനെ വ്യക്തികളെ പരാമർശിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം നമുക്കൊക്കെ അറിയാം. സമസ്ത ഒന്നായിട്ടുള്ള കാലമാണ്, സമസ്ത പിളർന്നിട്ടൊന്നുമില്ല. അന്നാണ്
ഉസ്താദ് അവറുകൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന്, അഥവാ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായ AP ഉസ്താദ് അവറുകളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി സമസ്തയുടെ കോളേജിൽ നിന്നൊരു മുത്തഅല്ലിമ് പോയതിനാൽ ആ മുത്തഅല്ലിമിനെ ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതെന്ത് സംഘടനാ ശാസ്ത്രമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി പ്രസംഗിക്കുന്ന ഒരു വേദി, അത് കേൾക്കാൻ പോയതിനാൽ ഒരു മുത്തഅല്ലിമിനെ പുറത്താക്കപ്പെട്ടു. എന്നല്ല, അതിനുശേഷം പിന്നെ പലരെയും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ആ പുറത്താക്കപ്പെട്ട ആളുകളൊക്കെ മർക്കസിൽ അഭയം തേടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ അന്നവിടെയുണ്ട്. ഉസ്താദ് അവറുകൾ പറഞ്ഞത്, ഞങ്ങൾ ഒരേ ഒരു സമസ്തയാണ്, അതുകൊണ്ട് ആ സ്ഥാപനത്തിൽ പുറത്താക്കപ്പെട്ടവരെ ഇവിടെ എടുക്കുക എന്നത് ഒരു സംഘടനാ ശാസ്ത്രം എന്ന നിലയ്ക്ക് ശരിയല്ലാത്തതിനാൽ ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ മാന്യതയായിരുന്നു ഉസ്താദ് അവറുകൾ അന്ന് കാണിച്ചത് എന്ന് അനുഭവത്തിൽ അറിഞ്ഞവനാണ് ഞാൻ. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്ന് സമൂഹത്തിന് മനസ്സിലാകുന്ന കുറേ വിഷയങ്ങളുണ്ടായി. എന്തോ സിഹറിൽപ്പെട്ടതിൻ്റെ പേരിലോ ഫിത്നയുടെ പേരിലോ എന്നറിയില്ല, ചില പ്രസംഗങ്ങളൊക്കെ കാട് കയറിയിരുന്നു. തറാവീഹി 8 or 20 എന്നതല്ല പ്രശ്നം, കൈ എവിടെ കെട്ടിയാൽ എന്താണ് എന്നൊക്കെ പറയുന്ന ചില പ്രസംഗങ്ങൾ ഉത്തരവാദിപ്പെട്ട ചില ആളുകളിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ദൗർഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഏതായിരുന്നാലും അത്തരം ഒരു സാഹചര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പുണ്ടായ പല സംഭവങ്ങളുമുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ ചൂണ്ടുന്നില്ല. മലപ്പുറത്ത് നടന്നൊരു സമ്മേളനത്തിൽ സുവനീറിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നബിദിന യോഗത്തിൻ്റെ ഒരു റിപ്പോർട്ടും ഒരു മുസ്ലിം പത്രത്തിൽ കൊടുക്കുകയില്ലെന്നൊരു തീരുമാനമുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട മർഹൂം ബഷീർ മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ നേതാക്കൾ പോയി ആവശ്യപ്പെട്ടപ്പോൾ അതിന് ധിക്കാരപരമായ മറുപടിയായിരുന്നു ഓഫീസിൽ നിന്ന് ലഭിച്ചിരുന്നത്. അതിൻ്റെ ഒരു കാരണത്താലാണ് സിറാജ് ദിനപത്രം എന്ന ഒരു പത്രം ആരംഭിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് പ്രചോദനമുണ്ടായതെന്നും ആ പത്രം ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം കോട്ടുമല ഉസ്താദ് അവറുകൾ അടക്കം പങ്കെടുത്തിട്ടുണ്ടെന്നും ഉള്ളത് സുന്നി വികാരത്തിന്റെ പേരിലാണ് സിറാജ് പത്രം ഉണ്ടായത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇല്ലേ ബി പി സാർ കോട്ടുമല സാഹബ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മെ ഒരു നിലക്കും നമ്മുടെ പ്രസ്ഥാനത്തെ ഉയരാൻ വിടില്ല എന്ന നിലക്ക് നബിദിനത്തിന്റെ റിപ്പോർട്ട് പോലും പത്രത്തിൽ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അത്തരം ചില വിഷയങ്ങൾ പരാമർശിക്കുന്ന ചില ലേഖനം ഇവിടെ മലപ്പുറം ജില്ലാ SYS സമ്മേളനത്തിന്റെ സുവനീറിൽ വന്നപ്പോൾ പെട്ടെന്ന് സുവനീർ കാണാതെയായിപ്പോയി. പിന്നീട് സുവനീർ മഷി തേച്ചിട്ട് പുറത്തിറങ്ങി. അതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരികയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ സംഭവങ്ങൾ പലതും നടന്നു. കൂട്ടത്തിൽ ഒരു 2-3 ഫൈസികൾ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് SYS ശക്തിപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ പരിശ്രമിച്ചിരുന്നു. ആ ഫൈസികളിൽ ചിലർ സമസ്തയെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അദബുകേടായ ചില ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. ആ അദബുകേടായ ലേഖനങ്ങൾ അത് വന്നിരുന്ന സമയത്ത് തന്നെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നുവെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോടൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, ഉസ്താദ് അടക്കം ഉള്ളാൾ തങ്ങളടക്കമുള്ള മുഴുവൻ ആലിമീങ്ങളെയും ആണല്ലോ ആ ഫൈസി ആക്ഷേപിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കുരുത്തക്കേടായിരിക്കാം അദ്ദേഹത്തിന് നമ്മുടെ കൂടെ കൂടുതൽ കാലം ഇരിക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത് കൂടുതൽ തീവ്രത കാണിച്ച് അദബുകേട് സംസാരിക്കുന്ന പലരും സംഘടനയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും കാണാറുള്ളത്. അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ലീഗുകൾ തമ്മിൽ യോജിച്ചുവെങ്കിലും അതിനേക്കാൾ വലിയൊരു ഭിന്നിപ്പിനാണ് പിന്നീട് നാം സാക്ഷിയാകേണ്ടി വന്നത്. സമസ്തയുടെ മുശാവറ ചേർന്നപ്പോൾ ശരീഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ സന്ദർശിക്കാൻ സമസ്ത ഒന്നടങ്കം തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പോകാൻ ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകളെയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ AP ഉസ്താദ് അവറുകളെയും മറ്റൊരാളെയും തീരുമാനിച്ചിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാണ്. അങ്ങനെ 3 പണ്ഡിതന്മാർ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നു. പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നതിന് പകരം പിന്നീട് നമ്മൾ കണ്ടത് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്നും സുന്നികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൽ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർത്തിരുന്നു. ആ സമ്മേളനത്തിൽ സമസ്തയുടെ മറ്റ് പണ്ഡിതന്മാർ, ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും മറ്റ് സമസ്തയുടെ നേതാക്കളൊന്നും അറിയാതെ തീരുമാനിക്കാതെ
അന്നത്തെ ജനറൽ സെക്രട്ടറി മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒന്ന് സംഭവിച്ചതിൻ്റെ പുറമെ ആ മീറ്റിങ്ങിൽ വെച്ച് 3 തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന് പരസ്യമായി സുന്നിയല്ലാത്തവർ പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി. ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അന്നത്തെ യോഗത്തിൽ അതിനെതിരായി ആരും ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ അത് സുന്നി സമൂഹത്തിൻ്റെയും പണ്ഡിതന്മാരുടെയും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരനുഭവം ആയിരുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ളൊരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു യോഗത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി അകന്നു നിൽക്കണമെന്നും അവർക്ക് സലാം ചൊല്ലുന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്നും പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് അത് നീക്കം ചെയ്യണമെന്നൊരു വാദം വന്നു. അപ്പോൾ പിന്നെ അത് നീക്കം ചെയ്യുന്നത് ശരിയില്ലെന്ന് അതും ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ ഈ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ ഉന്നയിച്ചു. അവസാനം എന്നാൽ തന്നെ പുസ്തകം തന്നെ മാറ്റിക്കളയാം എന്നൊരഭിപ്രായം അപ്പുറത്ത് നിന്നുണ്ടായി. അതും രൂക്ഷമായ ഭിന്നതയ്ക്ക് കാരണമായി. അവിടുന്ന് പിന്നീട് ഓരോ സ്റ്റേജുകളും പിന്നീട് വിമർശനങ്ങളും അതുപോലെ SYSനെതിരായി നീങ്ങുന്ന വാചകങ്ങളുമുണ്ടായി. SSF അന്ന് ഒന്നിലും ഭാഗവാക്കായിട്ടില്ലെങ്കിലും SSFനെയും കൂടി നശിപ്പിക്കുന്ന വിധത്തിലാണ് അന്നത്തെ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ ഉണ്ടായതായി ഞാൻ ഓർമ്മിക്കുന്നത്. ചുരുക്കി പറയുന്നു, പിന്നീട് നമ്മുടെ സംഘടനാ രംഗം നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെയേറെ മാനസികമായി വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. SYSന്റെ ശക്തി അത് നിലനിർത്തൽ ആവശ്യമാണെന്ന നിലക്ക് SYSന്റെ നേതാക്കൾ സമ്മേളനം തീരുമാനിച്ചിരുന്നു എറണാകുളത്ത്. ആ സമ്മേളനം സമസ്തയുടെ ഔദ്യോഗിക ഘടകം നടത്തുന്ന സമ്മേളനം അത് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പകരം അതിനെ തടയിടാൻ വേണ്ടി ഒരു മധ്യ കേരള സുന്നി സമ്മേളനം എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊന്തറമ്പല്ലി ഉണ്ടായി. അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം മരണപ്പെട്ടുപോയി. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ സ്വാഭാവികമായി ഒരു സംഘടനാ ശാസ്ത്രം അനുസരിച്ച് സമസ്തയുടെ നേതാക്കൾ യോഗം ചേർന്ന് സംഘടനയുടെ ഔദ്യോഗിക ഘടകത്തിന്റെ സമ്മേളനം നടക്കട്ടെ എന്നും അല്ലാത്തത് ഫിത്ന ഉണ്ടാക്കരുതെന്നും പറയുന്നതിന് പകരം അവിടെ പിന്നീട് അതൊരു വലിയ വിഷയമാക്കിയെടുത്ത് അതിനും കൂടി ഒരു അംഗീകാരം ലഭിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത്. ചുരുക്കി പറയുന്നു, സമ്മേളനം നടത്താൻ തന്നെ മഹാനായ CM വലിയുല്ലാഹിയെ പോലുള്ള മഹാന്മാർ ഉപദേശിച്ചതനുസരിച്ച് SYS അതിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി. ആ സന്ദർഭത്തിൽ ഒരു മുശാവറ ചേർന്നു. ആ മുശാവറയിൽ സമസ്തയിൽ നേരത്തെ മെമ്പർമാരല്ലാത്തവരും അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായമുള്ളവരും വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പുറത്തു നിൽക്കുന്നതോടുകൂടി തന്നെ അവരെ പരിഗണിക്കാതെ കുറേ ആളുകളെ പെട്ടെന്ന് മുശാവറയിലേക്ക് എടുത്ത് ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു മുശാവറ നടക്കുകയുണ്ടായി. ശേഷം മുശാവറ ചേർന്ന് SYS പിരിച്ചുവിടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതനായിരുന്ന TC മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, പാണക്കാട് മുക്കോയത്തങ്ങളും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരൊക്കെ പ്രവർത്തിച്ച IKS മുസ്ലിയാർ പ്രവർത്തിച്ച ഒരു മഹത്തായ സംഘടന അത് പിരിച്ചുവിടുക എന്നത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്ക് സമസ്തയുടെ യോഗത്തിന് ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി TC മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ പോവുകയുണ്ടായി. മഹാനവറുകൾ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് അവറുകളെ പ്രതി ചേർക്കാതെയായിരുന്നു ആ കേസ് കൊടുത്തത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. MA ഉസ്താദ് അവറുകൾ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. സമസ്തയുടെ ആ SYS പിരിച്ചുവിടാൻ വേണ്ടി ചേരുന്ന യോഗം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി. ആ സ്റ്റേ നടന്നപ്പോൾ പിന്നെ അത് വെക്കറ്റ് ചെയ്യാൻ വേണ്ടി വക്കീലിനെ നിശ്ചയിച്ചു. വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം അന്നൊരു മുശാവറയായിരുന്നു. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തിക്കണ്ണിയായി വളർത്തിയെടുത്ത സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഭരണഘടന വായിച്ച് അംഗീകാരം കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. SYS അതിൻ്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് സമ്മേളനമടക്കം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രൂപമുണ്ടാക്കുകയും അതേസമയത്ത് സുന്നി മഹല്ല് ഫെഡറേഷന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമയം വെക്കറ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടുന്നത് വരെ നീക്കിക്കൊണ്ടുപോയി. അന്ന് AP ഉസ്താദ് അടക്കം ഉള്ളാൾ തങ്ങൾക്ക് എല്ലാവരും സമസ്തയുടെ യോഗത്തിലുണ്ട്. ആ യോഗത്തിൽ സമസ്തയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ സെക്രട്ടറിയെ എല്ലാവരും ഒത്തൊരുമിച്ച് അധികാരപ്പെടുത്തി. അതിലൊന്നും തർക്കമുണ്ടായിട്ടില്ല. അത് അധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ AP ഉസ്താദ് അവരോട് നിബന്ധന പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, സമസ്തയുടെ ഇന്ന് വരെയുള്ള മിനിറ്റ്സും തീരുമാനവും അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല, കേസ് പൂർണ്ണമായി സമസ്ത ഏറ്റെടുത്ത് നടത്തണം എന്നാണ്. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു അത് പറ്റൂല, സമസ്തയുടെ മിനിറ്റ്സിലും തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും EK ഉസ്താദ് അവറുകൾക്ക് അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ അനുമതി കൊടുത്താൽ പിന്നെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ മാറ്റാൻ അത് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മുശാവറയിൽ ചേരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. താജുൽ മുള്ളാൽ തങ്ങളുടെ ഭൂരിപക്ഷം അനുസരിച്ചും ഹക്കിനെതിരായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ, അതല്ല ഞങ്ങളിപ്പോൾ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ തങ്ങളവറുകളും ഉസ്താദവറുകളും MA ഉസ്താദൊക്കെ പറഞ്ഞു, എന്നാൽ ഇത്ര ആളുകളുടെ എതിർപ്പോടുകൂടി എന്ന് അവിടെ രേഖപ്പെടുത്തണം. അങ്ങനെയും രേഖപ്പെടുത്തൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ എതിർപ്പോടുകൂടി എന്നും രേഖപ്പെടുത്തൂല, പഴയകാല മിൻസുകളും തീരുമാനങ്ങളും എന്ത് മാറ്റം വരുത്താനും ജനറൽ സെക്രട്ടറിക്ക് അധികാരം കൊടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുൽ മൗലാൽ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. തങ്ങളവറുകളോട് കൂടെ 11 ആളുകൾ എഴുന്നേറ്റു, ഇറങ്ങിപ്പോയി. പിന്നെ അത് എത്രയായി എന്നുള്ള എണ്ണത്തിനെ സംബന്ധിച്ചുള്ള ഖിലാഫിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. 11 ആളുകൾ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത സമസ്ത 6 പേരെ നീക്കി എന്നായിരുന്നു. ഇറങ്ങിപ്പോയതാണ് സംഭവമെങ്കിലും സമസ്ത 6 പേരെ നീക്കി എന്നായിരുന്നു അന്ന് റിപ്പോർട്ടിൽ വന്ന് ഞാൻ അതിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചുരുക്കി പറയുന്നു, അങ്ങനെ സമസ്തയുടെ ആ യോഗത്തിൽ നിന്ന് നമ്മുടെ നേതാക്കൾ ഇറങ്ങിപ്പോയതിനു ശേഷം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും AP അഹമ്മദ് മുസ്ലിയാരും ഒക്കെ വരച്ചു കാണിച്ചു തന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ പെരുവഴിയിലിടാൻ പറ്റില്ലല്ലോ എന്ന നിലക്ക് അവർ ഉടനെ തന്നെ വൈസ് പ്രസിഡന്റായ താജുൽ ഉലമയുടെ അധ്യക്ഷതയിൽ ജോയിന്റ് സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ ജനറൽ ബോഡി യോഗം വിളിച്ചു. ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് സമസ്തയുടെ പ്രസിഡന്റായി താജുൽ ഉലമ ഉള്ളാൾ തങ്ങളവറുകളെയും ജനറൽ സെക്രട്ടറിയായി കാന്തപുരം ഉസ്താദ് അവറുകളെയും തെരഞ്ഞെടുത്ത് സമസ്തയുടെ പ്രവർത്തനം ഒരൽപ്പവും പിന്നോട്ട് പോകാതെ മുമ്പുള്ളതിനേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെയാണ് മഹാനായ താജുൽ ഉലമയുടെ കയ്യിലും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കയ്യിലും സമസ്തയുടെ നേതൃത്വം വന്നിട്ടുള്ളത് എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. പിന്നെ ഉണ്ടായ സംഭവവികാസങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഏകദേശം ആളുകൾക്കും അതെല്ലാം അറിയാവുന്നതാണ്. ഒരു മുബാഹല നടന്നു. മുബാഹല നടന്നത് കൊടിയത്തൂരാണ്. സുന്നി, മുജാഹിദ്, ജമാഅത്ത് എല്ലാവരും കൂടി കൂട്ടായിട്ടൊരു മുബാഹല. ആ മുബാഹല നടക്കുമ്പോൾ മഹാനായ താജുൽ ഉലമയുടെയും ഉസ്താദുകളുടെയും പ്രസ്താവന ഒന്നും ഞാൻ സൂക്ഷിച്ചു, മാതൃഭൂമിയിൽ പ്രസ്താവന. ആ മുബാഹലയുമായി മുസ്ലിമിയക്ക് ബന്ധമില്ല, പണ്ഡിതന്മാർക്ക് ബന്ധമില്ല. ഞാൻ ആലോചിക്കുകയാണ്, അന്നെങ്ങാനും ഇറങ്ങിപ്പോന്ന് ആ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? കാരണം 6 മാസമാണ് അള്ളാഹുവിന് അവധി കൊടുത്തിരുന്നത്. അതായത് ഖാദിയാനികളും ഖാദിയാനികളല്ലാത്തവരും തമ്മിൽ ഒരു മുബാഹല, ശാപപ്രാർത്ഥന. ആ ശാപപ്രാർത്ഥനയ്ക്ക് 6 മാസത്തിനിടയിൽ ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് പടച്ചവനൊരു മുസീബത്ത് ഇറക്കുമെന്നായിരുന്നു അന്ന് പത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അന്ന് ഈ സുന്നി മുജാഹിദ് മുന്നണി, ആ മുന്നണി അനുകൂലിച്ചുകൊണ്ട് നടത്തിയ മുബാഹല 6 മാസം കഴിഞ്ഞപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനം വന്നു. ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ യുക്തിവാദിയാണ് എഴുതിയത്. അയാൾ എഴുതിയെന്ന് വെച്ചാൽ മുബാഹല ദൈവം അനങ്ങിയില്ല എന്നായിരുന്നു ഹെഡിങ്. അതിൽ അദ്ദേഹം പറയുന്നത് വളരെ വലിയ കൊട്ടും കുരവുമായി ഒരു മുബാഹല നടത്തി. സുന്നി AP വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും കൂടി ഒരു മുബാഹല നടത്തി 6 മാസം പടച്ചവന് അവധി കൊടുത്തു. ഏതായിരുന്നാലും പെട്ടെന്നൊരു തീരുമാനം പടച്ചവൻ ഉണ്ടാക്കണ്ടെന്ന് പറയാനുള്ള ഒരു ബുദ്ധി അവർ കാണിച്ചിട്ടുണ്ട് എന്ന് ആ ലേഖകൻ പറയുന്നുണ്ട്. ഏതായാലും 6 മാസം അവധി കൊടുത്തു. 6 മാസം കഴിഞ്ഞിട്ട് ഖാദിയാനി പക്ഷത്തോ മറുപക്ഷത്തോ ആർക്കും ഒരപകടവും സംഭവിക്കാത്തതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി എന്നാണ് ലേഖകൻ പറയും. അദ്ദേഹം പറയുന്നത് 2 കൂട്ടരും പൊക്കി നടന്ന ദൈവം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് ബോധ്യപ്പെട്ടത് എന്ന് യുക്തിവാദി ലേഖനം എഴുതുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി. അതുണ്ടാക്കിയത് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സുന്നി എന്ന പേരുള്ള പ്രവർത്തനമാണ് എന്നത് ആർക്കാണ് മനസ്സിലാകാത്തത്? സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇസ്ലാം ദീനിനെ രക്ഷിച്ചു, ഇസ്ലാമിനെ രക്ഷിച്ചു. പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ പലതാണ്, ഞാൻ നീട്ടുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ ശംസിയ തരീഖത്തുകാർ കാഫറുകളാണെന്ന് അപ്പുറത്തെ സമസ്ത എന്ന് പറയുന്ന കൂട്ടർ ഫത്വ കൊടുത്തു. കൊല്ലം ഏകദേശം 6 കഴിഞ്ഞതിന് ശേഷം ആ ഫത്വ ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് അവർ തന്നെ പത്രത്തിൽ കൊടുത്തു. പിന്നീട് മറ്റൊരു സംഭവം, ബേപ്പൂർ ഖാദി അവറുകൾ ഒരു മാസം ഓർപ്പിച്ചു. അദ്ദേഹം മാസം ഓർപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നമ്മളെ SK ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓർപ്പിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ മാസം ഉറപ്പിച്ചപ്പോൾ അത് പക്ഷപാതിത്വത്തിന്റെ പേരിൽ മഹാനവറുകൾ ഉറപ്പിച്ച മാസം അംഗീകരിക്കാൻ തയ്യാറാവാതെ ഇവിടെ ഉണ്ടായി എന്നത് ഒരു പച്ചപ്പരമാർത്ഥമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പക്ഷപാതിത്വം നോക്കി ഓരോന്നിനും ബഹുമാനം കൊടുക്കുക എന്നതാണ്. ഉദാഹരണത്തിന് ഒരു തങ്ങളല്ല എന്നൊരാൾ പ്രഖ്യാപിക്കുകയാണ്.
കാരണം ചോദിച്ചാൽ അദ്ദേഹം AP യുടെ ആളാണ്. അങ്ങനെയാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിന്റെയും അവിടുത്തെ കുടുംബത്തെ ബഹുമാനിക്കുന്നതിന്റെയും ആധാറിനെ ബഹുമാനിക്കുന്നതിന്റെ മാനദണ്ഡം പക്ഷപാതിത്വത്തിന്റെ, സംഘടനാ സങ്കുചിത്വത്തിന്റെ മാനദണ്ഡമായി അധപ്പതിക്കുന്ന ഒരു സാഹചര്യം മറുവശത്ത് നാം കാണുകയുണ്ടായി. പക്ഷേ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മളെ കാത്തിട്ടുണ്ട്. നമ്മുടെ നേതൃത്വത്തിന്റെ മഹത്വമാണ്. നമ്മൾ ഒരിക്കലും തന്നെ ഒരു തങ്ങളെ ബഹുമാനിക്കുമ്പോൾ ആ തങ്ങൾ ഏത് സംഘടനയുടെ ആള് എന്നല്ല നോക്കാറുള്ളത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു നിങ്ങളുടെ കുടുംബമാണോ എന്നാണ്. അതിനെതിരായ നീക്കങ്ങൾ ഏതെങ്കിലും വിവരം കെട്ടവർ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പണ്ഡിതന്മാർ അപ്പോൾ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിലാർക്കും സംശയം വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പക്ഷപാതിത്വത്തിന്റെ പേരിൽ മതം കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്ക് മനസ്സിൽ വലിയ വേദനയുണ്ടായി. ആ വേദന കടിച്ചമർത്തി മഹാനവറുകൾ കുറച്ചു കാലം ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. തലപ്പാടിയിൽ ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗം നടത്തുന്നതിനെതിരെ ഞാൻ താജുൽ ഉലമയുടെ നിർദ്ദേശമനുസരിച്ച് പോയി പ്രസംഗിച്ച് വന്ന ആദ്യ പ്രഭാതത്തിന് പോയി അവസാനം പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ തലപ്പാടിയിലെ ആളുകൾ ഇ.കെ. ഉസ്താദിനെ കാണാൻ വന്നു. എന്തിനാണ് വന്നിട്ട് ഉടനെ പേരോട് വന്ന് നിങ്ങളുടെ നാട്ടിൽ ഫിതനുണ്ടാക്കിയെന്ന് സലാം ജില്ല ഉടനെ പറഞ്ഞപ്പോൾ പേരോടും കാര്യം ഇവിടെ പറയണ്ട, വന്ന കാര്യം പറയാമെന്നോ. ഇ.കെ. ഞങ്ങളുടെ നാട്ടിൽ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജുമാക്കുമ്പോൾ ഒരു പ്രസംഗം നടത്തുന്നത് ഒരു പരിപാടി ഉണ്ടായിരുന്നത് ഈ പേരോട് വന്ന് കറാഹത്താണ് എന്ന് പറഞ്ഞു. വടന മഹാനവറുകൾ പറഞ്ഞു, പേരോടൊക്കെ ചെറുപ്പക്കാരാണ്, അവർക്കൊക്കെ അത്രയേ പറയാൻ കഴിയുള്ളൂ, ഹറാമാണെന്ന് പറയണം എന്ന് ഇ.കെ. ഉസ്താദ്. അപ്പോൾ ഇ.കെ. ഉസ്താദ് പണ്ഡിതനായിരുന്നു, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന ആളായിരുന്നു. അത് ഞാൻ കറാഹത്താണെന്ന് പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട മൗലാന കണ്യത്ത് ഉസ്താദ് അവറുകളുടെ ഫത്വയുടെ അടിസ്ഥാനത്തിലായിരുന്നു. 990 നമുക്ക് കാണാം കണ്യത്ത് ഉസ്താദിൻ്റെ ഒരു സ്മരണികയാണ്. ഇതിൽ ലേഖനം എഴുതുന്നത് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അവറുകളാണ്. ഇതിൽ പറയുന്ന വിഷയം എന്താണ്? കണ്യത്ത് ഉസ്താദ് അവറുകളോട് ജുമാക്ക് മുമ്പുള്ള ഖുതുബയെ സംബന്ധിച്ച് അരീക്കൊട്ടുകാർ പറഞ്ഞു വെച്ച് ചോദിച്ചപ്പോൾ തദനുസൃതം അവർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജുമാ ഖുതുബക്ക് മുമ്പ് അൽ-കഹ്ഫ് സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമാക്ക് വന്നവർ സൂലാകേണ്ടത്. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അശദ്ധാവുന്നു എന്ന് കണ്യത്ത് ഉസ്താദ് പറഞ്ഞായി കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ എഴുതിയ ലേഖനത്തിൽ ഇപ്പോഴും നമുക്ക് വായിക്കാം. പക്ഷേ പിൽക്കാലത്ത് എല്ലാ പള്ളികളിലും അത് നടപ്പാക്കാൻ എത്രത്തോളം കഴിയുമെന്നാണ് പലരും ശ്രമിക്കുന്നതായി നമ്മൾ കണ്ടത്. അതിനവർ കാരണം പറഞ്ഞു, എന്നാൽ ഏപ്പിക്കാർ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവർ കാരണം പറഞ്ഞത്. അപ്പൊ കറാഹത്തോ ഹറാമോ എന്നതല്ല വിഷയം, വെറും സങ്കുചിത മനസ്ഥിതി മാത്രമാണ് ഒരു വിഭാഗത്തിന്റെ സംഘടനാബോധമായി ഈ സമൂഹം അനുഭവിച്ചത് എന്ന് വേദനയോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇ.കെ. ഉസ്താദ് അവറുകൾ സമസ്ത യോജിക്കണം എന്ന ആശയത്തിനു വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ചത്. അന്ത്യാഭിലാഷം എന്നാണ് ഹെഡിങ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ശംസുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങേയറ്റത്തെ അഭിലാഷമായിരുന്നു സമസ്തയിലെ പണ്ഡിതന്മാർ യോജിക്കണം എന്നത്. എനിക്കറിയാം ചില മഹാനവറുകളുമായി അടുത്ത ബന്ധമുള്ള ചിലരോട് ചിലപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്ത് പറയാൻ കഴിയുന്നവരൊക്കെ ഏപ്പിൻ്റെ കൂടെയാണുള്ളത്, നിർബന്ധമായും യോജിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ വിവരവും എനിക്ക് അറിവായിട്ടുണ്ട്. ബലഗനി. ഇനി സനത് വേണമെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് പറയാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ മഹാനായ ശംസുൽ ഉലമ സുന്നികൾ യോജിക്കണമെന്ന് ആഗ്രഹിച്ചത് സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാം ആ വിഷയം ഇദ്ദേഹത്തോട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്. അതെല്ലാം ഇവിടെ വ്യക്തമാക്കുന്നില്ല. ഈ വിവരങ്ങളെല്ലാം അടുത്ത ദിവസം ഈ കുറിപ്പുകാരൻ പാണക്കാട് പോയി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരെ അറിയിച്ചു. ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം ഈ കുറിപ്പുകാരൻ പാണക്കാട് സയ്യിദന്മാരെ അറിയിച്ചു എന്നാണ്. അൽഹംദുലില്ലാ, അതുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തിനോടനുബന്ധിച്ച് ശംസുൽ ഉലമയുടെ അഭിലാഷം ഇവിടെ നടപ്പാക്കണം എന്ന നിലക്ക് ഞങ്ങളുടെ കൂടെ, താജുൽ ഉലമയുടെ കൂടെ, ഉള്ളാൾ തങ്ങളുടെ കൂടെ ഞങ്ങൾ നിർമ്മിച്ച പള്ളിയുടെ ഉദ്ഘാടനത്തിൽ മംഗലാപുരത്ത് പങ്കെടുത്ത് മാതൃക കാണിച്ചതും പലപ്പോഴും ഉസ്താദ് അവറുകളുടെ കൂടെ അതാ ആശയങ്ങൾ പങ്കിട്ടതും ഐക്യത്തിന് വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചതും സയ്യിദ് അലി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശ്രമിച്ചത് ഇ.കെ. ഉസ്താദിന്റെ ഈ അഭിലാഷം അത് പൂവണിഞ്ഞ് കാണാൻ വേണ്ടിയായിരുന്നു. പക്ഷേ മഹാനവറുകൾക്കും അതിന് സാധിച്ചില്ല. അള്ളാഹു ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇനിയും നിങ്ങൾക്ക് കാണാം സമസ്ത യോജിക്കണമെന്ന് ചന്ദ്രികയാണ് വായിക്കുന്നത് 996 ആഗസ്റ്റ് 30. സമസ്ത യോജിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഇതറിയിച്ചിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഇ.കെയുടെ അന്ത്യാഭിലാഷം അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പലപ്പോഴും പറയും,
ഇതൊന്ന് യോജിച്ച് കാണണം, യോജിക്കണം. പക്ഷെ അപ്പോ സംഘടനാ സങ്കുചിതത്വം മാത്രം കൈമുതലാക്കിയ കക്ഷികൾ ഉടനെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു വരുത്തി കണ്ണ് മിഴിച്ച് പേടിപ്പിച്ച് സുബ്ഹാനല്ലാഹ് തിരിച്ചയക്കുന്നതാണ് പലപ്പോഴും നാം പത്രത്തിൽ കാണാറുള്ളത്. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ നേരത്തെ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ കണ്യത്ത് ഉസ്താദ് അവരുടെ കാലഘട്ടത്തിൽ അധ്യക്ഷം വഹിച്ച താജുൽ ഉലമയും EK ഉസ്താദ് അവരുടെ കാലഘട്ടത്തിൽ സെക്രട്ടറിയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തിയ സെക്രട്ടറി AP ഉസ്താദ് അവர்களுം നേതൃത്വം കൊടുത്തുകൊണ്ട് സമസ്ത അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ 2 ദിവസം ഇവിടെ നടന്ന ക്യാമ്പ് പുറത്തുനിന്ന് ആരെങ്കിലും നിഷ്പക്ഷമായി ശ്രദ്ധിച്ചാൽ അവർക്കറിയാം മറ്റു പലരും ഇവിടെ സമസ്തയുടെ പേരിലും സംഘടനയുടെ പേരിലും അല്ലാതെയും സമ്മേളനം നടത്താറുണ്ട്. ആ സമ്മേളനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്, ചീത്തപറയൽ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അല്ലാതെ അഥവാ ദുഷ്കർമ്മങ്ങൾ അല്ലാതെ ദീനിന് ഉപകരിക്കുന്ന ഏത് ചർച്ചയാണ് ഗഹനമായി ഒരു പണ്ഡിതോചിതമായി നടക്കാറുള്ളത്? നേരെ മറിച്ച് 2 ദിവസം ഇവിടെ ക്യാമ്പ് നടന്നപ്പോൾ എത്രയെത്ര പണ്ഡിതോചിതമായ ഗഹനമായ വിഷയങ്ങളാണ് പണ്ഡിതന്മാരുടെ നാവിൽ നിന്ന് നാം കേട്ടത്. പണ്ഡിതന്മാരെ സജ്ജരാക്കാൻ വേണ്ടി എത്രയെത്ര വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇൻകുന്തും തഅഖിലൂൻ, സമൂഹത്തോട് ഉമ്മത്തിനോട് നമ്മൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല വിവേകവും ചിന്താശക്തിയും ആത്മാർത്ഥതയും തന്നിട്ടുള്ള ഏത് വ്യക്തികൾക്കും അറിയാൻ സാധിക്കും യഥാർത്ഥ സമസ്ത അത് മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ സമസ്തയാണ്. അല്ലാത്തത് സമസ്തയാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ തേനീച്ചയാണെന്ന നിലക്ക് നാം വളർത്തുന്ന ഈച്ച തേനീച്ച അല്ലെങ്കിൽ, കാരണം റാണിയെയും പിടിച്ച് ഞങ്ങളിങ്ങ് പോന്നിരിക്കുന്നു, അത് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാണ്. ഇനി അത് ഈച്ചയാണെന്ന നിലക്ക് തേനീച്ചയാണെന്ന നിലക്ക് തേൻ കിട്ടുമെന്ന നിലക്ക് ആരെങ്കിലും അവിടെ കൂടിപ്പോയാൽ അവിടെ ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ തേൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. തേൻ കൊടുക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് എന്നതാണ് ഈ 2 ദിവസത്തെ ക്യാമ്പ് ഇവിടെ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തി. SSFന്റെ പ്രവർത്തകന്മാർ, SYSന്റെ പ്രവർത്തകന്മാർ, സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെ പ്രവർത്തകന്മാർ, അതുപോലെ SMEയുടെ പ്രവർത്തകന്മാർ, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തകന്മാർ, അങ്ങനെ SBS മുതൽ ജമിയത്തുൽ ഉലമ വരെ കൂട്ടായ്മയായി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പണ്ഡിത നേതൃത്വത്തിന് കീഴിൽ കേൾപ്പുറ്റ അർഹതയുള്ള ആത്മാർത്ഥതയുള്ള പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഈ സംഘടനാ കുടുംബത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും പ്രവർത്തകരും വളരെ സജ്ജരായി പ്രവർത്തിക്കണമെന്നും ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് തുടങ്ങിയ വിഷയങ്ങളോ തെറിക്ക് തെറിയോ ചീത്തക്ക് ചീത്തയോ നമ്മുടെ ആശയമല്ലെന്നും അത് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണമെന്നും അതിൽ അല്ലാഹു തആല ദീനിന് വിജയം നൽകുമ്പോൾ അതാണ് നമ്മുടെ വിജയമെന്നും വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും നമ്മെ പിടികൂടാതെ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഇഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഇഹും മശ്കൂറാ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകം ഓർമ്മിച്ചുകൊണ്ട് അതേ സമയത്ത് മൻകാന യുരീദുൽ ആജിലത അജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നം യസ്ലഹാ മദ്മൂമൻ മദ്ഹൂറാ എന്ന അതിന്റെ തൊട്ടടുത്ത മുമ്പത്തെ ആയത്തും ഓർമ്മിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നന്നായി പ്രവർത്തിക്കണമെന്ന് യുവപണ്ഡിതന്മാരെ ഓർമ്മിപ്പിച്ചും സൂചിപ്പിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സമസ്തയുടെ മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാർക്കും മഹാനായ EK ഉസ്താദ് വരെ കണ്യത്ത് ഉസ്താദ് വരെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്ക് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകൾ മുതൽക്ക് ഏതെല്ലാം ആലിമീങ്ങൾ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയോ അവരോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ സമസ്തയുടെ മുബല്ലിഗായിരുന്ന ബീരാൻ മുസ്ലിയാർ അടക്കം അദ്ദേഹത്തിന്റെ ആണ്ടിന്റെ ദിവസമാണ് ഇന്നെന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ മാത്തോട്ടം മുഹമ്മദ് കോയ സാഹിബ് അടക്കം SYSന്റെ ആദ്യകാല നേതാവായിരുന്നു. അങ്ങനെ മുഴുവൻ പ്രവർത്തകരും SSFന്റെ ഖാലിദ് സാഹിബ് അടക്കം വള്ളിയിലെ മുഹമ്മദ് ഫൈസി അടക്കം മുഴുവൻ പ്രവർത്തകരും പേര് പറഞ്ഞാൽ തീരുകയില്ലല്ലോ. അല്ലാഹുവേ നിനക്കറിയാം അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷവും വെളിച്ചവും നൽകണം റഹ്മാനെ. ഈ അടുത്ത് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ് നെല്ലിക്കുത്ത് ഉസ്താദ് അവർകൾക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പയ്യനാട് തങ്ങൾ അവർകൾക്കും ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ വേലത്ത് തങ്ങൾ, ഫضل തങ്ങൾ, ജമലുൽ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളടക്കമുള്ള മുഴുവൻ തങ്ങന്മാർ സയ്യിദന്മാർക്കും OK ഉസ്താദ് മുതൽക്കുള്ള ഞങ്ങളുടെ മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാഹുവേ അവർക്കൊക്കെയും നീ ദർജനയേറ്റി കൊടുക്കണം റഹ്മാനെ.